ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവനേതൃവയിലേക്ക് ഏവർക്കും സ്വാഗതം. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവന ചിന്തയുമായി നിങ്ങളുടെ മധ്യത്തിൽ നിൽക്കുവാൻ കർത്താവ് തന്ന ഈ നല്ല സമയത്തിനായി തിരുനാമത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയത്തിനായി തീത്തോസിന് പൗലോസ് എഴുതിയ ലേഖനം, തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം 11, 12, 13 വാക്യങ്ങൾ വായിക്കുന്നു. തീത്തോസ് 2-ാം അധ്യായം 11 മുതൽ 13 വരെ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായി മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തിയേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. വളരെ പ്രധാനപ്പെട്ട ചില ചിന്തകൾ ഈ വേദഭാഗത്തു നിന്ന് ദൈവത്തിന് സമക്ഷം വയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഇവിടെ അപ്പോസ്തലൻ തീത്തോസുണ്ട് ദൈവകൃപ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ 2 രീതിയിലുള്ള ദൈവകൃപയുടെ പ്രവൃത്തിയെ പൗലോസ് വെളിപ്പെടുത്തുന്നു. 11-ാം വാക്യത്തിൽ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. എല്ലാ മനുഷ്യർക്കും രക്ഷിക്കപ്പെടുവാൻ തക്കോണം ദൈവം കൃപ കാണിച്ചു. അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുവാൻ മാർഗമെന്താ, രക്ഷിക്കപ്പെടുവാനുള്ള വഴി എന്താ, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ നാശത്തിൽ നിന്ന് ഒഴിയുവാൻ എന്താണ് മാർഗം എന്ന് കൃപയാൽ ദൈവം വെളിപ്പെടുത്തി. എല്ലാവർക്കും അത് കോമൺ ആണ്, എല്ലാവർക്കും പൊതുവായിട്ടുള്ളതാണ്. എന്നാൽ അടുത്ത 2 വാക്യങ്ങൾ അല്പം വ്യത്യാസമുണ്ട്. ദൈവം സകല മനുഷ്യരോട് കൃപ കാണിച്ചിട്ട് അവൻ്റെ കൃപയാൽ രക്ഷാമാർഗം എന്താണെന്ന് വെളിപ്പെടുത്തി. എന്നാൽ അടുത്ത 12, 13 വാക്യങ്ങളിൽ നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തിയേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. 11-ാം അധ്യായത്തിൽ 11-ാം വാക്യത്തിൽ സകല മനുഷ്യരെയും ശിക്ഷിച്ച് വളർത്തുന്നു എന്നില്ല. എന്നാൽ അത് സകല മനുഷ്യരും ദൈവകൃപ അയോഗ്യതയുടെ സ്ഥാനത്ത് ദൈവം കാണിക്കുന്നതാണല്ലോ കൃപ. കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്നു. അപ്പോൾ ദൈവകൃപ സകല മനുഷ്യർക്കും ഒരുപോലെ പ്രദർശിപ്പിച്ചു. എന്നാൽ അതിന് ആര് വിധേയരാകുന്നോ, ആ കൃപയെ ആര് സ്വീകരിക്കുന്നോ അവരിലുള്ള ദൈവകൃപയുടെ പ്രവൃത്തിയാണ് അടുത്ത് പറയുന്നത്. അവരെ ശിക്ഷിച്ച് വളർത്തുന്നു, ശിക്ഷിക്കുന്നു, അവരെ വേണ്ട രീതിയിൽ അവരെ പഠിപ്പിക്കുന്നു. ആ കൃപ തന്നെ എന്തിന് ഒരു പ്രധാന നമുക്കൊരു ഭാഗ്യകരമായ പ്രത്യാശയുണ്ട്. അതിനു വേണ്ടി കാത്തിരിക്കണം. അല്ലെങ്കിൽ കർത്താവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷയ്ക്കായി നാം കാത്തിരിക്കണം. എല്ലാവരുമല്ല, ദൈവകൃപയ്ക്ക് വിധേയരായവർ മാത്രം. അതിന് നമ്മൾ എന്ത് നടക്കണം? 2 കാര്യം വർജിക്കണം, 3 കാര്യം പാലിക്കണം. ഒന്നുകൂടി ഞാൻ പറയുന്നു, ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായി കാത്തിരിക്കുന്നവർ 2 കാര്യം വർജിക്കണം, 3 കാര്യം പാലിക്കണം. ഭക്തികേടും പ്രപഞ്ച മോഹവും വർജിക്കണം. എന്നിട്ട്
ലോകത്തിൽ ജീവിക്കുന്ന ആളെല്ലാം സുബോധത്തോടെ, നീതിയോടെ, ദൈവഭക്തിയോടെ ജീവിക്കണം. അതിനായി ഈ കൃപ നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. കൃപയ്ക്ക് അധീനരായ വ്യക്തിയുടെ മേൽ കൃപ എന്ത് ചെയ്യുന്നു എന്നാണ് നാം ചിന്തിക്കുന്നത്. അവിടെ പറയുന്നു ഭാഗ്യകരമായ പ്രത്യാശ. എന്താണ് വിശ്വാസിക്കുള്ള ഭാഗ്യകരമായ പ്രത്യാശ? എന്താ? 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരുന്നാൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാർ അത്രയെന്ന് നമുക്ക് കാണാം. അത് ഞാൻ വേറെ ഏതൊരു വീഡിയോയിൽ അത് പറയുകയുണ്ടായി. ഈ ആയുസ്സിലെന്ന് മലയാളത്തിലുള്ളതിന് തമിഴ് ഭാഷാന്തരത്തിൽ കൊടുത്തിരിക്കുന്ന തർജ്ജമ കുറെ കൂടെ വ്യക്തമാണ്. നാം ഇമ്മയ്ക്കാകെ മാത്രം, ഈ കാലത്തിന് വേണ്ടി മാത്രം കർത്താവിൽ പ്രത്യാശ വച്ചാൽ എല്ലാ മനുഷ്യരെക്കാളും അരിഷ്ടന്മാർ. എന്താണത്? അല്ലെങ്കിൽ നമുക്ക് ഇന്ന് പൊതുവിൽ കാണുന്ന ട്രെൻഡ് ഭാവിയെക്കുറിച്ച് ചിന്തിക്കേണ്ട. ഇല്ല, എപ്പിക്യൂരിയൻ ഫിലോസഫി പോലെ തിന്നുക, കുടിക്കുക, നാളെ ചാകും. ജീവിതം ആസ്വദിക്കുക, ഇന്ന് തരുന്നത് അനുഭവിക്കുക, നാളത്തെ കാര്യം ചിന്തിക്കണ്ട. എന്നാൽ വിശ്വാസിക്കാതല്ല. മുൻ വീഡിയോയിൽ ചിന്തിച്ച പോലെ കാണാത്തതിനെ നാം കാത്തിരിക്കുന്നു. നമുക്കൊരു ഭാഗ്യകരമായ പ്രത്യാശയുണ്ട്. ക്രിസ്തീയ വിശ്വാസിയാണ് ഭാഗ്യകരമായ പ്രത്യാശ എന്താണ്? ലോകത്തുള്ള ഒരു മതത്തിനും ഇത് വാഗ്ദാനം ചെയ്യാൻ കഴിയില്ല. വേദപുസ്തകം മാത്രമേ, അല്ലെങ്കിൽ യേശുക്രിസ്തു മാത്രമേ നമുക്കിത് വാഗ്ദാനം ചെയ്തിട്ടുള്ളൂ. ഏത് മതഗ്രന്ഥങ്ങൾ നോക്കിയാലും അതിലൊന്നും ഇതുപോലെ ഒരു ഭാഗ്യകരമായ പ്രത്യാശയെക്കുറിച്ച് പറയുന്നില്ല. മാത്രമല്ല, ഇന്ന് ക്രിസ്തീയ മണ്ഡലത്തിലും പൊതുവെ ഈ ലോകത്തിൻ്റെ നേട്ടങ്ങൾ കർത്താവ് യേശുവിൽ വിശ്വസിച്ചാൽ കുലുക്കിക്കൂത്തുകാരൻ പറയുന്ന പോലെ വീരാജാവൈ 1 വെച്ചാൽ 3 കിട്ടും. കർത്താവിൽ വിശ്വസിച്ചാൽ സമ്പത്ത് കൂടും. കർത്താവിന് വിശ്വസിച്ചാൽ രോഗം വരികയില്ല. കർത്താവിൽ വിശ്വസിച്ചാൽ ലോകത്തിൽ നല്ല സ്ഥാനം കിട്ടും. കർത്താവിൽ വിശ്വസിച്ചാൽ ഈ ലോകത്തിൽ എല്ലാം കിട്ടും. അല്ലാതെ ഭാഗ്യകരമായൊരു പ്രത്യാശ ഉണ്ടെന്നോ അല്ലെങ്കിൽ അതിനുവേണ്ടി കാത്തിരിക്കണമെന്നോ പറയാൻ അവർക്ക് നേരമില്ല. എന്നാൽ ഞാനൊന്ന് പറയട്ടെ, ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ഭാഗ്യകരമായ പ്രത്യാശ എന്താണ്? ഇവിടെ പറയുന്നു, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മാദൈവവും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ തേജസ്സുള്ള പ്രത്യക്ഷയ്ക്കായും കാത്തിരിക്കണം. കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കണം. ഒരു കാര്യത്തിന് വേണ്ടി നാം കാത്തിരിക്കണം. അതാണ് നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശ. മാത്രമല്ല, അത് അങ്ങനെ കാത്തിരിക്കുമ്പോൾ 2 കാര്യം നിർബന്ധമായും ഉപേക്ഷിക്കണം, വർജിക്കണം. ഭക്തികേട് വർജിക്കണം, പ്രപഞ്ച മോഹം വർജിക്കണം. മാത്രമല്ല, 3 കാര്യം ഉണ്ടാകണം. ഈ ലോകത്തിൽ സുബോധത്തോടെ ജീവിക്കണം. മാത്രമല്ല, ദൈവഭക്തിയോട് ജീവിക്കണം, നീതിയായി ജീവിക്കണം. അതിന് വേണ്ട ഉപദേശം, നിർദ്ദേശം, കൽപ്പന, ശാസന ഒക്കെ ദൈവകൃപ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എന്താണ് ഭാഗ്യകരമായ പ്രത്യാശ വിശ്വാസത്തിന്? അതിനുവേണ്ടി ഇവിടെ പറഞ്ഞു, കർത്താവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷയ്ക്കായി കാത്തിരിക്കണം. ഒരു ക്രിസ്തീയ കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള 3 വാക്യങ്ങളിൽ കർത്താവ് പറഞ്ഞാൽ, നിങ്ങൾ ഹൃദയം കലങ്ങിപ്പോരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ സ്ഥലമൊരുക്കിയിട്ട് ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഇത് പറഞ്ഞിട്ടാണ് കർത്താവ് പോയത്. വേദപുസ്തകത്തിൽ ഈ ലോകത്തിൽ ഇനി നടക്കാനുള്ള അതിപ്രധാനമായ സംഭവമാണ് എൻ്റെ കർത്താവിൻ്റെ മടങ്ങി വരവ്. ആ പ്രത്യാശ നമുക്കില്ലെങ്കിൽ നാം ലോകത്തിലേക്ക് അരിഷ്ടന്മാരാണ്.
നമ്മളെ ക്രിസ്തീയ വിശ്വാസം കൊണ്ട് ഉണ്ടെന്ന് പറയുന്നതുകൊണ്ട് യാതൊരു ഗുണവും നമുക്കില്ല. പുതിയ നിയമത്തിൽ തറപ്പിച്ചും ഉറപ്പിച്ചും അപ്പോസ്തലന്മാരെല്ലാം, കർത്താവ് മാത്രമല്ല അപ്പോസ്തലന്മാരെല്ലാം തറപ്പിച്ചും ഉറപ്പിച്ചും പറഞ്ഞതാണ് എൻ്റെ കർത്താവിൻ്റെ മടങ്ങി വരിക. അത് ഭാഗ്യകരമായ പ്രത്യാശ എന്ന് ഇവിടെ പറയുന്നു. എന്താണ് ആ പ്രത്യാശ? അല്പമായി അതിനെക്കുറിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് നീങ്ങാം. അപ്പോൾ വിശ്വാസിയുടെ ഭാഗ്യപ്രത്യാശ. 1 യോഹന്നാൻ 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ, യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ യോഹന്നാൻ ഇങ്ങനെ പറഞ്ഞു: പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാർ ആകും എന്നറിയുന്നു. അതായത് 1-ാം വാക്യത്തിൽ കാൺമിൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു എന്ന് യോഹന്നാൻ പറഞ്ഞു. ദൈവമക്കളായി തീർന്നവർക്ക് അവരുടെ പ്രത്യാശ എന്താണ്? 1, എൻ്റെ കർത്താവ് വരും. എൻ്റെ കർത്താവ് വരും. യഥാർത്ഥ വിശ്വാസത്തെ ഉറപ്പായ പ്രത്യാശയാണ്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഉദ്ഘാടനം ചെയ്ത കർത്താവിനെ കുറിച്ച് പറഞ്ഞത് അവൻ പോയതുപോലെ മടങ്ങി വരുമെന്ന. അവൻ വരും. ഞാൻ എൻ്റെ മറ്റ് വാക്യങ്ങളൊന്നും എടുക്കുന്നില്ല, തെളിയിക്കുന്നില്ല. കാരണം പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന 2, ആ 2-ാം വാക്യത്തിൽ, നാം വായിച്ച 2-ാം വാക്യത്തിൽ തന്നെ ഇങ്ങനെ കാണാം: അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്ന പോലെ തന്നെ കാണുന്നതാകൊണ്ട് അപ്പോൾ രണ്ടാമത് ഞാൻ അവനെ കാണും. എൻ്റെ കർത്താവ് വരും. ഈ വിശ്വാസം ആർക്കില്ലയോ? ഒന്നുകൂടി ഞാൻ തറപ്പിച്ചു പറയുകയാണ്, എൻ്റെ കർത്താവായ യേശു മടങ്ങി വരുമെന്ന് ഉള്ള വിശ്വാസം ആർക്കില്ലയോ അവൻ രക്ഷിക്കപ്പെട്ടവനല്ല, അവൻ ദൈവപൈതലല്ല. സ്തോത്രം. 2, ഞാൻ അവനെ കാണും. വാസ്തവം പറഞ്ഞാൽ ഏത് കാലത്തും ജീവിച്ചിരിക്കുന്ന ദൈവമക്കൾക്ക്, അല്ലെങ്കിൽ 1-ാം നൂറ്റാണ്ട് മുതൽ ഇന്ന് വരെ ജീവിച്ചിരിക്കുന്ന ദൈവമക്കളുടെ ഞാൻ തറപ്പിച്ച് പറയുന്നു, വേദപുസ്തക പ്രകാരമുള്ള ദൈവമക്കളുടെ ഏറ്റവും വലിയ അഭിലാഷമാണ് ഇത്: ഞാൻ എൻ്റെ കർത്താവിനെ കാണും. ഓരോ ദിവസവും ലോക സംഭവങ്ങൾ കാണുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ നുരഞ്ഞു പൊങ്ങുന്ന, ഒരു പക്ഷേ എൻ്റെ ആയുസ്സിൽ തന്നെ എൻ്റെ കർത്താവിനെ കാണാൻ കഴിഞ്ഞെങ്കിൽ, കാണാൻ കഴിയുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ കർത്താവ് വരും, ഞാൻ അവനെ കാണും. മാത്രമല്ല, അവിടെ നിന്ന് യോഹന്നാൻ നിർത്തുന്നില്ല. അടുത്ത ആ 2-ാം വാക്യത്തിൽ പറഞ്ഞു, അവനോട് സദൃശന്മാരാകും, അവനെ പോലെയാകും. എൻ്റെ കർത്താവ് വരും, എൻ്റെ കണ്ണുകൊണ്ട് അവനെ കാണും. അടുത്ത അവനെ പോലെയാകും. സ്തോത്രം. ഒരു യഥാർത്ഥ വിശ്വാസത്തെ ലോകത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും, എന്തെല്ലാം നഷ്ടം വന്നാലും, യഥാർത്ഥ വിശ്വാസത്തെ ഉള്ളിൽ തിങ്ങുന്ന ചിന്ത ഇതാണ്: ഞാൻ എൻ്റെ കർത്താവിനെ പോലെയാകും, യേശുവിനെ പോലെ ഞാൻ ആകും. സ്തോത്രം. മാത്രമല്ല, ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 21-ാം വാക്യം, ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 21-ാം വാക്യം, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. തൻ്റെ മഹത്വമുള്ള ശരീരത്തോട്
അല്ല മറ്റു വാക്കിൽ പറഞ്ഞാൽ ഞാൻ അവനെ പോലെ ആകും എന്ന് നാം ചിന്തിച്ചല്ലോ. അതിവിടെയും കാണാം. ഞാൻ തേജസ് ധരിക്കും. തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അവൻ്റെ തേജസ് ധരിക്കും. ഈ ക്ഷയിക്കുന്ന ഞാൻ, രൂപഗുണമില്ലാത്ത ഞാൻ, നശ്വരമായ എൻ്റെ ശരീരം, പക്ഷേ എൻ്റെ കർത്താവിൻ്റെ വരവിങ്കൽ അവൻ്റെ തേജസ് ധരിക്കും. മുൻവീഡിയോയിൽ പറഞ്ഞ പോലെ ഈ ലോകം നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ സൂര്യൻ നാണിച്ചു പോകുന്ന ആ തേജസ് ഞാൻ ധരിക്കും. ഇന്നത്തെ ലോകത്തിന് അത് പോഷത്വമായി തോന്നാം, ആധുനിക ചിന്താഗതിക്ക് അത് പോഷത്വമായി തോന്നാം. എന്നാൽ ഒരു ക്രിസ്തീയ യഥാർത്ഥ വേദപുസ്തകത്തെ വിശ്വസിക്കുന്ന യഥാർത്ഥ വിശ്വാസിക്ക് ഇത് പോഷത്വമല്ല. ഞാൻ അവൻ്റെ തേജസ് ധരിക്കും. ഒരു വീട്ടമല പെരിപ്പോച്ചൻ്റെ ഒരു പഴയ പ്രസിദ്ധ ഗാനമുണ്ടല്ലോ, നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൻ കാന്തിയാൽ എൻ ഇരുൾ നിറം മാറിടും, രാജരാജ പ്രതിമയെ ധരിപ്പിക്കും. സ്തോത്രം! എത്ര പ്രത്യാശയോടെ ഇതുപോലെ പ്രത്യാശയിൽ ജീവിച്ച, എല്ലാം മറന്ന് പ്രത്യാശയിൽ മുഴുകി ജീവിച്ച കോടിക്കണക്കിന് ഭക്തന്മാർ നമുക്ക് മുൻപ് പോയിട്ടുണ്ട്. ഇന്നുകൊണ്ട് അവൻ്റെ തേജസ് ധരിക്കും. അത് മാത്രമല്ല, 1 കൊരിന്ത്യർ 15-54 വാക്യം വായിച്ചു നോക്കിയാൽ ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ ധരിക്കും. ഇത് ധരിച്ചു പോകുക, ഇത് അഴിച്ചു പോകുക, പക്ഷേ അദ്രവത്വത്തെ ധരിക്കും. സ്തോത്രം! ഒരിക്കലും ദ്രവിക്കാത്ത സ്വർഗീയ ശരീരത്തോടെ ഞാൻ എന്നേക്കും ജീവിക്കും. എൻ്റെ കർത്താവിൻ്റെ വരവിന് ശേഷമാണല്ലോ സംഭവിക്കുക, അല്ലെങ്കിൽ ആ വരവിൽ നടക്കുന്നതാണ്. എൻ്റെ ഭാഗ്യകരമായ പ്രത്യാശയാണ്. സ്തോത്രം! എൻ്റെ കർത്താവ് വരും, ഞാൻ അവനെ കാണും, ഞാൻ അവനെ പോലെയാകും, അവൻ്റെ തേജസ് ധരിക്കും. മാത്രമല്ല ദാദ്രവത്വമുള്ള ശരീരം പ്രാപിക്കും. സ്തോത്രം! അതുമാത്രമല്ല, ഞാൻ അമർത്യനാകും. ഞാൻ മർത്യനാണ്. എൻ്റെ കർത്താവിന് ഓരോ താമസിച്ചാൽ എത്ര നാള് ഈ ഭൂമിയിൽ ഇരിക്കുമെന്ന് എനിക്ക് ഓരോറപ്പും പറയാനൊക്കത്തില്ല. ഒരുപക്ഷെ അടുത്ത നിമിഷം, അല്ലെ നാളെ, അല്ലെ 10 ദിവസം കഴിഞ്ഞ്, അല്ലെ 10 വർഷം കഴിഞ്ഞ്, എനിക്ക് ഒരു ഗ്യാരണ്ടിയുമില്ല. എന്നാൽ ഞാൻ മർത്യനാണ്, ക്ഷയിക്കുന്നവനാണ്, അല്ലെങ്കിൽ ഇവിടുന്ന് പോകേണ്ടവനാണ്. എന്നാൽ എൻ്റെ കർത്താവ് വന്നു കഴിഞ്ഞാൽ പിന്നെ മരണമില്ല, എനിക്ക് മരണമില്ല. എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ചാലക ശക്തിയ പ്രത്യാശയാണ്. മരണമില്ലാത്ത ശരീരം പ്രാപിക്കും ഞാൻ. മരണം ഈ ദ്രവത്വമുള്ള അദ്വത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും പ്രാപിക്കോ. മാത്രമല്ല, ഇങ്ങനെ ഞാൻ ഈ പൗലോസ് പറഞ്ഞു 1 Thessalonians 4-17 വാക്യത്തിൽ, ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. കർത്താവിനോട് കൂടെ നിത്യകാലം എന്നേക്കും കർത്താവിനോടെ. ശരീരത്തിലിരിക്കുമ്പോൾ അവനോടകന്ന് ദൂരസ്ഥന്മാരാണ്. എന്നാൽ കർത്താവ് വന്നു കഴിഞ്ഞാൽ വിട്ടുപിരിഞ്ഞ ക്രിസ്തുവിനോട് കൂടെ, എൻ്റെ കർത്താവിനോട് കൂടെ എന്നേക്കും. പിന്നെ വേർപാടില്ല, പിന്നെ ദുഃഖമില്ല, പിന്നെ കണ്ണുനീരില്ല, പിന്നെ വേദനയില്ല, പിന്നെ സങ്കടമില്ല. നിത്യകാലം അവനോടൊത്ത് വസിക്കുന്ന ജീവിതം. വാസ്തവം പറഞ്ഞാൽ കോടിക്കണക്കിന് ഭക്തന്മാർ അവരെ ആയുസ് ചെലവഴിച്ചത്, ആയുസ് മുഴുവൻ ലോകം അവരെ വിഡ്ഢിയതെന്ന് പറഞ്ഞേക്കാം. പക്ഷേ അവർ വിഡ്ഢികളല്ല. അവർ വിഡ്ഢികളായിട്ടല്ല, ഒരു പരമസത്യം കണ്ടിട്ടാണ്. ക്രിസ്തീയ ജീവിതത്തെ പീഡകളുടെ നടുവിൽ കൂട്ടമായി ദഹിപ്പിച്ചപ്പോഴും ദൈവത്തെ മുന്നോട്ട് നയിച്ചത് മാറാനാഥ എന്ന വാക്കാണ്. നമ്മുടെ കർത്താവ് വരും, നമ്മുടെ കർത്താവ് വരും, കർത്താവ് വരും. സ്തോത്രം! കർത്താവ് വരുമ്പോൾ
ഇതാണ് സംഭവിക്കുക. ഒന്നുകൂടെ ഞാൻ പറയാം, ഞാൻ അവനെ കാണും. എൻ്റെ കർത്താവ് വരും, ഞാൻ അവനെ കാണും. കർത്താവിനെ പോലെയാകും. അവൻ്റെ തേജസ് ധരിക്കും. ഞാൻ അമരത്വം പ്രാപിക്കും. ഞാൻ അമർത്യനാകും. എന്നേക്കും എൻ്റെ യേശുവിനോട് കൂടിയിരിക്കും. ഇതിനു വേണ്ടി ഭാഗ്യകരമായൊരു പ്രത്യാശ ദൈവകൃപയ്ക്ക് വിധേയരാകുന്നവർക്ക് ദൈവം ഒരുക്കിയതാണ്. ഈ ഭാഗ്യകരമായ പ്രത്യാശയ്ക്ക് വിധേയരായി ആ പ്രത്യാശയെ മുറുകെ പിടിച്ച് അതിൽ നിന്ന് മുന്നോട്ടോ ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ ഉറച്ചു നിൽക്കുന്ന, അത് മുറുകെ പിടിച്ച് കാത്തിരിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി എബ്രായലേഖനം 9-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ പറഞ്ഞ പോലെ തനിക്കായി കാത്തു നിൽക്കുന്ന രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. ഇന്ന് ലോകത്തിലെന്തും സംഭവിക്കട്ടെ, സാഹചര്യങ്ങൾ എന്തുമാകട്ടെ, കാര്യങ്ങൾ എങ്ങനെയും പോകട്ടെ, യഥാർത്ഥ വിശ്വാസിയുടെ ഉള്ളിൽ ഇന്ന് ലോകത്തിൽ നിരവധി അനർത്ഥങ്ങൾ ഉണ്ടാകുമ്പോൾ, നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, സമൂഹം തലകീഴായി മറിയുമ്പോൾ, യുദ്ധങ്ങളും യുദ്ധശ്രുതികളും പലതരം പകർച്ചവ്യാധികളും കലാപങ്ങളും മറ്റനേക പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ വിശ്വാസിക്ക് അതിലൊന്നും ഭയമില്ല. കാരണം എന്താണെന്നറിയാമോ? അതിലും വെടവല പെരുപ്പിച്ചും പാടിയ പോലെ ഇന്നലേക്കാൾ ഇന്ന് ഞാൻ പ്രിയൻ നാടിനോട് ഏറ്റവും അടുത്തു. സ്തോത്രം. അപ്പോൾ നാം ഒരു ഭാഗ്യകരമായ പ്രത്യാശ, ഞാൻ പറഞ്ഞല്ലോ, ദൈവകൃപ സകല മനുഷ്യർക്കും വെളിപ്പെട്ടത്, അല്ലെങ്കിൽ സകല മനുഷ്യരെ മുൻപിൽ വാഗ്ദാനം ചെയ്യുന്നത് ഒരു ഭാഗ്യകരമായ ഭാവിയുണ്ടെന്ന്. അതിതാണ് ക്രിസ്തു യേശുവിൻ്റെ വരവെങ്കിൽ അവനായി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അവൻ ഒരുക്കിയിരിക്കുന്നത്. അതിന് കാത്തിരിക്കുമ്പോൾ, കൃപയ്ക്ക് വിധേയരായവർ അതിനെ കാത്തിരിക്കുമ്പോൾ 2 കാര്യം ജീവിതത്തിൽ വളരെ സൂക്ഷിക്കണം. ജീവിതത്തിൽ സംഭവിക്കരുത്. 1 ഭക്തികേട്, 2 പ്രപഞ്ചമോഹങ്ങൾ. ഭക്തികേടും പ്രപഞ്ചമോഹവും നാം വർജിക്കണം. എന്താ ഭക്തികേട്? ഞാൻ സാധാരണ അരമണിക്കൂറിനുള്ളിൽ ഒരു വീഡിയോ നിർത്താനാണ് ശ്രമിക്കുന്നത്. അധികം ഇത് ഒരു ദീർഘമായ വിഷയമായതുകൊണ്ട് 1-2 അല്ലെങ്കിൽ 3 വീഡിയോകളുണ്ട് തീർക്കാൻ. 2 വീഡിയോ എങ്കിലും വേണ്ടി വരും. അതുകൊണ്ട് ദൈവം അനുവദിച്ചാൽ ബാക്കി ഭാഗങ്ങൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് തുടരാം. അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ തറപ്പിച്ചു പറയട്ടെ. ഇന്നത്തെ പ്രത്യേകിച്ച് മധ്യപൂർവദേശത്തെ സംഭവങ്ങൾ എല്ലാം ഒരു കാര്യം അടിവരയിട്ട് പറയുന്നു: ഇനി സമയമധികമില്ല. ആകയാൽ വിശ്വാസികൾ, ദൈവമക്കൾ ചെയ്യേണ്ടത്, രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നവർ ചെയ്യേണ്ടത് അവരുടെ പ്രത്യാശ പുതുക്കുക, കർത്താവിൽ ആശ്രയിപ്പാൻ വളരെ ശ്രദ്ധിക്കുക. ഒത്തിരി പാട്ടുകളുണ്ടല്ലോ, പ്രത്യാശയോടെ ജീവിക്കാം. കാരണം ദൈവവചന പ്രത്യാശ ഒരിക്കലും വ്യർത്ഥമല്ല. കിട്ടുമെന്ന് തോന്നുന്നതല്ല, അത് ഭാഗ്യകരമായതാണ്. കർത്താവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ അത് നിറവേറുന്നതാണ്. വൈകാതെ നടക്കും. അതിനായി ഒരുങ്ങാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹവാനായ സ്വർഗീയ പിതാവേ, ഞങ്ങളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഒരു ഭാഗ്യകരമായ പ്രത്യാശ അങ്ങേ പിൻപറ്റുന്നവർക്കായി അങ്ങ് ഒരുക്കിയിരിക്കാനുള്ള സ്തോത്രം. അതിൽ നിന്ന് ഞങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. പ്രത്യാശ പുതുക്കുവാൻ, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ഞങ്ങളാകാതെ പ്രത്യാശയിൽ വർദ്ധിക്കുന്നവരായി, സ്ഥിരതയുള്ളവരായി, പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിച്ച് അങ്ങേക്കായി കാത്തിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.